നീ എന്താ കുറച്ച് ദിവസമായിട്ട് വളരെ അപ്സെറ്റും റെസ്റ്റ്ലെസ്സും ആയിട്ട് കാണുന്നത്? ഒന്നുമില്ല. നമ്മൾ രണ്ടുപേരും മനുഷ്യരുടെ മനസ്സ് പഠിക്കുന്നവരല്ലേ, പിന്നെന്തിനാ വിളിക്കുന്നത്? സുഭദ്ര കുഞ്ഞമ്മ പോയല്ലേ, ഒരു വാക്ക് പോലും പറയാതെ. സാരമില്ല, സ്വന്തം അമ്മയെ പോലെ നോക്കിയത് കൊണ്ടാ വിഷമം. മോളെ, മോൾ ഒരിക്കലും ഒരു മനോരോഗിയോട് ഇൻവോൾവ് ആകരുത്. പിന്നെ നിന്റെ ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ വൈകിപ്പോയി. നീ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ പിന്നെ ഹരി ഇങ്ങോട്ട് വരേണ്ടതില്ലല്ലോ. വരൂ. സ്വാമി, നമ്മുടെ തലയെ മുടിയില്ലേ, അതുപോലെ ആത്മാവിന്റെ അകത്ത് മുടിയുണ്ടോ? ഉണ്ടോ? ആവട്ടെ, എന്റെ തലയൊന്നുമല്ലോ പന്ത് കളിക്കാൻ. എന്താ വണ്ടി ചീത്തയായി പോയോ? ഞാൻ നന്നായി തരട്ടെ. എന്താ? ഇന്നെന്റെ റോസിയുടെ പിറന്നാളാ. പ്രാർത്ഥിക്കാൻ ഒരു മെഴുതിരി ചോദിച്ചിട്ട് ആരും തരണില്ല. 36 വിചാരിച്ചാല് എനിക്കൊരു മെഴുതിരി കിട്ടുമോ? ഞാൻ നോക്കട്ടെ. പഴത്തിന് കയറാ. ഞാക്കട ഇട്ടോളാം, ഞങ്ങൾ ഇട്ടോളാം. ഒരു മെഴുകുതിരി തരുമോ? ഇല്ല. ഓ, ഇനി തീ കൊണ്ട് കളിക്കാത്ത കുറവ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയല്ലായി. കളിക്കാനല്ല, പ്രാർത്ഥിക്കാനാ. തിരി ഇല്ലാതെ പ്രാർത്ഥിച്ചാൽ മതി. കൊടുത്തില്ല എന്ന് ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞോളാം. പറ്റൂല, വെറുതെ തല്ലുകൊള്ളാന്ന് പോടെ. അയ്യോ, ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ഒരു മെഴുകുതിരി തരുമോ? ഞാൻ പുറത്തു വീണു. ആർക്കെങ്കിലും എന്തേലും വേണോ? ജോണി, നീ കരയണ്ടേ. ഞാൻ പുറത്തു പോയി നിറയെ തിരി വാങ്ങിച്ചോണ്ടരാ. എന്റെ കാശില്ല. എന്റെ കയ്യിലുണ്ട്. താൻ എന്താ സംബന്ധമായി പറഞ്ഞത്? താൻ എങ്ങനെയാ പുറത്തു പോവുക? വെറുതെ കുളൂസ് അടിക്കാതെടോ. ബെറ്റുണ്ടോ? പന്തയമുണ്ടോ? ഉണ്ട്. ഞാൻ വരുന്നവരെ ആരും ഇതേപ്പറ്റി മിണ്ടരുത്. ഈ പൂ തരൂ. ഒന്നിനു പോയിട്ടു. അവൻ പോയിട്ടോ. കിടുപിടി. ഇത് ഞാൻ തരും. അരമണിക്കൂർ നിന്റെ ഉടുപ്പ് എനിക്ക് തന്നിട്ട് എന്റെ ബെഡിൽ കിടക്കണം. പുതച്ചു കിടന്നാ മതി, ആളറിയത്തില്ല. എന്നിട്ട് ഞാനൊന്ന് പുറത്തു പോയിട്ട് വേഗം അയ്യടാ പോയിട്ട് വരുമല്ലയോ? നിന്റെയൊക്കെ കോപ്രായത്തിന് തൂങ്ങാൻ വേറെ ആളെ നോക്കിക്കോ. 10 വിലുവ കണ്ടാ നാരായണപിള്ള വരണ്ടോ എന്ന് ചോദിച്ചല്ലോടാ. ചുരുട്ടി കൈ വെച്ചോ, കൊണത്തിണങ്ങുന്നു. നീ എന്റെ സ്വഭാവം മാറ്റരുത്. നിനക്കെടുത്താതെ പോടേ. നീ എന്നെ നശിപ്പിച്ച് കിടങ്ങുമല്ലേടാ. അരമണിക്കൂറിനകത്ത് വരുവോടെ? ഓ, ഡ്രൈവർ വണ്ടി നിർത്ത്. ഹോസ്പിറ്റലിലേക്ക് വിട.
36 വഴി പോകുന്ന കണ്ടോ? ഏത് 36? ആ വിനോദ്. ഇല്ല. ഡ്രൈവർ. സിസ്റ്റർ, യെസ് ഡോക്ടർ. 36 അത് എവിടെന്ന്? ഞാനിവിടെ ഉണ്ട്. ഓ, അത് ശരി. അപ്പൊ ജോണിക്ക് മെഴുകുതിരി വാങ്ങാനാണ് പോയതല്ലേ? പാവല്ലേ ജോണി? അതെ, പക്ഷെ സൂക്ഷിക്കണം. ഇറങ്ങിപ്പോക്കെല്ലാം പിടിച്ചാല് വലിയ കുഴപ്പല്ലേ? ആരോടും പറയല്ലേ. ഏയ്, ഞാൻ ആരോടും പറയില്ല. പക്ഷേ വിനു ഉപകാരം എന്ന് വെച്ച് ചെയ്യുന്നത് പലതും മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്നുള്ളത് മറക്കണ്ട. പൊക്കോളൂ. ദാ. ഉണ്ണേട്ടാ, ഉണ്ണിയേട്ടാ. ഒരു ഉപകാരം ചെയ്യൂ. എന്താ വിനു? എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കൂ. ഇല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? നിനക്കിതാര് തന്നോന്നാണ് ചോദിച്ചത്. ചോദിച്ചു കിട്ടണ പൊട്ട. അപ്പൊ ഈ മെഴുകുതിരി ഇവന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് ഇവിടെ ആർക്കും അറിഞ്ഞൂടാ അല്ലേ? ആന്റണി, ദാത്ത് വെച്ചേക്കൂ. എന്നെ മെഴുതിരിതാ, എന്നെ മെഴുതിരിക്കുന്നതാ, എന്നെ മെഴുതിരിക്കുന്നതാ, എന്നെ മെഴുതിരിതാ, എന്നെ മെഴുതിരിക്കുന്നതാ, എന്നെ മെഴുതിരി, എന്നെ മെഴുതിരിതാ, എന്നെ മെഴുതിരിതാ, എന്നെ മെഴുതിരിതാ. എനിക്കെന്നെ മെഴുതിരിതാ, എനിക്കെന്നെ മെഴുതിരിതാ, എനിക്കെന്നെ മെഴുതിരിതാ. Stop it! Bring him to the shock room. യെസ് സർ. Leave, I said.